ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ പറയാം. കാര്യം സീരിയസ് ആണെങ്കിലും സീരിയസ്നെസ് കാണിക്കാൻ പാടുപെടേണ്ട ചില വിഷയങ്ങൾ ഉണ്ടാവാറില്ലേ? അതുപോലൊരു കാര്യമാണിത്. ഭീകരതയുടെ ആഗോള കയറ്റുമതിക്കാർ എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിന്റെ അതായത് ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ ഭീകരവിരുദ്ധ പാനലിന്റെ ഉപാധ്യക്ഷ പദവി വഹിക്കാൻ പോവുകയാണ്. എങ്ങനെയിരിക്കുന്നു? ഇതിനു പുറമെ സമിതിയിലെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ പദവിയും ഈ വർഷം പാകിസ്ഥാൻ തന്നെ വഹിക്കും. 1998 കമ്മിറ്റി എന്നും അറിയപ്പെടുന്ന താലിബാൻ ഉപരോധ സമിതി അഫ്ഗാനിസ്ഥാനിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന താലിബാനുമായി ബന്ധമുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും മേൽ സ്വത്ത് മരവിപ്പിക്കൽ, യാത്രാവിലക്ക് ഏർപ്പെടുത്തൽ, ആയുധ ഉപരോധം ഏർപ്പെടുത്തൽ തുടങ്ങിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള സമിതിയാണ്. ആ ഒരു സ്ഥിതിക്ക് കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്ന പോലെ പാകിസ്ഥാന് ഈ പദവികൾ ലഭിച്ചത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അധ്യക്ഷത വഹിക്കുന്ന ഈ സമിതിയുടെ ഉപാധ്യക്ഷ പദവി ഗയാനയ്ക്കും റഷ്യയ്ക്കുമായിരിക്കും. 1373 തീവ്രവാദ വിരുദ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം അൾജീരിയയ്ക്കാണ്. ഫ്രാൻസ്, പാകിസ്ഥാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമിതിയിൽ ഉപാധ്യക്ഷ പദവിയും വഹിക്കും. യുഎന്നിന്റെ ഔദ്യോഗിക പട്ടിക പ്രകാരം 1267 ISIL അൽഖ്വയ്ദ സാങ്ഷൻസ് കമ്മിറ്റിയെ 2025 ഡെൻമാർക്കാണ് നയിക്കുന്നത്. റഷ്യയും സിയറ ലിയോണും ഉപാധ്യക്ഷ പദവിയും വഹിക്കും. 2025-26 കാലയളവിൽ 15 രാജ്യങ്ങളുള്ള UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗമാണ് പാകിസ്ഥാൻ. സമിതിയിലെ 2 അനൗപചാരിക പ്രവർത്തന സംഘടനകളുടെയും സഹ അധ്യക്ഷ സ്ഥാനം സ്ഥിര അംഗമല്ലാത്ത പാക്കാണ് വഹിക്കാൻ പോകുന്നത്. ഇനി 2021-22 കാലയളവിൽ ഇന്ത്യ UN സുരക്ഷാ കൗൺസിലിന്റെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഭീകരരായും ഭീകര സംഘടനകളായും പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേരെ സംരക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ പലകുറി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അൽഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിച്ചു കഴിയുകയാണെന്ന് US കണ്ടെത്തിയിരുന്നു. 2011 US നേവി നടത്തിയ ഓപ്പറേഷനിൽ ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതും ഓർക്കേണ്ടതാണല്ലോ. UN രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. ചൈന, റഷ്യ, UK, US, ഫ്രാൻസ് എന്നിവയാണ് ആ രാജ്യങ്ങൾ. പാകിസ്ഥാനെ കൂടാതെ അൾജീരിയ, ഡെൻമാർക്ക്, ഗ്രീസ്, ഗയാന, പാനമ, ദക്ഷിണ കൊറിയ, സിയറ ലിയോൺ, സ്ലൊവേനിയ, സൊമാലിയ എന്നിവയാണ് സമിതിയിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങളും. തീവ്രവാദ സംഘടനകളെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ വളരെ കാലമായി പാകിസ്ഥാനെ ഭീകരതയുടെ ആഗോള കയറ്റുമതിക്കാർ എന്ന് മുദ്രകുത്തിയിട്ടുണ്ട്. ദക്ഷിണേഷ്യയിലും അതിനപ്പുറവും ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾക്ക് സുരക്ഷിത താവളം നൽകൽ, ധനസഹായം, പരിശീലനം എന്നിവയ്ക്കുമൊക്കെ പാക് നൽകുന്ന പിന്തുണയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഭീകര സംഘടനകളിൽ പലതും പാക് സൈന്യത്തിന്റെയും അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. അവയെ അവർ തന്ത്രപരമായ സ്വാധീനമുള്ള ഉപകരണമായി പ്രയോജനപ്പെടുത്തുകയാണ്. ഭീകരത പ്രചരിപ്പിക്കാനും സാധാരണക്കാരെ ആക്രമിക്കാനും പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകളെ എന്നും ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. ഏറ്റവും പുതിയ ഉദാഹരണം നാം മറക്കാത്ത പേൽഗാം തന്നെയാണ്. ഇന്ത്യ സ്വയം പ്രതിരോധിക്കുന്നതിനായാണ് തിരിച്ചടിക്കുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്കിടയിൽ ഭയം വളർത്താനായി ഇന്ത്യൻ നടപടിയെ പാക് സൈന്യം ഉപയോഗിക്കുന്നു. അതുവഴി അവരുടെ അധികാരം ഉറപ്പിക്കുന്നു. കാർഗിൽ യുദ്ധസമയത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കാര്യങ്ങൾ. കാർഗിൽ യുദ്ധസമയത്തും പാക് സൈന്യം ഇന്ത്യൻ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തി അതിനെ ഒരു പ്രാദേശിക കലാപമായി തെറ്റായി ചിത്രീകരിച്ചു. എന്നാൽ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചതോടെ മുട്ടുമടക്കേണ്ടി വന്നു. പാക് സൈന്യം പിൻവാങ്ങുകയായിരുന്നു. ഭീകരത വളർത്തുന്നതിനും വിദേശ നയത്തിന്റെ ഉപകരണങ്ങളായി സംഘടനകളെ ഉപയോഗപ്പെടുത്തുന്നതിനും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാശ്ചാത്യ രാജ്യങ്ങൾ എന്നിവ പാകിസ്ഥാനെ നിരന്തരം വിമർശിച്ചിട്ടുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണവും പാകിസ്ഥാനിൽ നിന്ന് ബിൻ ലാദനെ കണ്ടെത്തിയതുമെല്ലാം ഈ ആശങ്കകൾ ശക്തിപ്പെടുത്തിയിട്ടേയുള്ളൂ. അതായത് വെറുതെ കണ്ണടച്ചുള്ള ആരോപണങ്ങളല്ല പാകിസ്ഥാനെതിരെയുള്ളത്. ശക്തമായ തെളിവുകൾ നിരത്തി ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള സത്യങ്ങളായിരുന്നുവെല്ലാം.